നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ആലപ്പുഴയിൽ പതാക ഉയർന്നു. ശാസ്ത്രമേളയുടെ പ്രധാന വേദിയായ ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഗേൾസ് HSS സംഘടനത്തിൽ നടത്തിയ ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തി. ഈ മാസം 18 വരെയാണ് ആലപ്പുഴയിൽ മേള നടക്കുന്നത്. ഈ മാസം 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. MLA-മാരായ H. സലാം, PP ചിത്തരഞ്ജൻ, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വരവറിയിച്ച ആലപ്പുഴ നഗരത്തിൽ സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിളംബര ജാഥ ശ്രദ്ധേയമായി. ആലപ്പുഴ നഗരസഭാ ശതാബ്ദി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ജാഥ H. സലാം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. H. സലാം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. 1.5 രൂപ ചെലവിലാണ് ലാപ്ടോപ്പുകളും പ്രൊജക്ടറും പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിന് അനുവദിച്ചത്. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ് ഓഫ് ആലപ്പുഴ, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരുസ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള ഈ മാസം 16-നാണ് അവസാനിക്കുന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ആലപ്പുഴയിൽ പതാക ഉയർന്നു. ശാസ്ത്രമേളയുടെ പ്രധാന വേദിയായ ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഗേൾസ് HSS സംഘടനത്തിൽ നടത്തിയ ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തി. ഈ മാസം 18 വരെയാണ് ആലപ്പുഴയിൽ മേള നടക്കുന്നത്. ഈ മാസം 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ തുടക്കം കുറിച്ചുള്ള പതാക ഉയർന്നു. പ്രധാന വേദിയായ സെന്റ് ജോസഫ്സ് HSS സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തി. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ്, വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ, ഉദ്യോഗസ്ഥർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. MLA-മാരായ H. സലാം, PP ചിത്തരഞ്ജൻ, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നവംബർ 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം പ്രധാന വേദിയായ സെന്റ് ജോസഫ്സ് HSS-ൽ സംഘാടക സമിതി ചെയർമാനും ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമകാര്യ വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ നിർവഹിച്ചു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TS താഹ, R. റിയാസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, വിവിധ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വരവറിയിച്ച ആലപ്പുഴ നഗരത്തിൽ സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര ശ്രദ്ധേയമായി. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ജാഥ അമ്പലപ്പുഴ MLA H. സലാം ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ നഗരത്തിൽ ആഘോഷ സായാഹ്നമൊരുക്കിയ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ വിളംബര ജാഥ ശ്രദ്ധേയമായി. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര H. സലാം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ചെയർമാനും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് യുവജനക്ഷേമകാര്യ വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ, PP ചിത്തരഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TS താഹ, R. റിയാസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 3 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കി ആലപ്പുഴയുടെ അഭിമാനമായി മാറിയ സെന്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി R. ശ്രേയ പതാകയേന്തി. മേളയുടെ ദീപശിഖയ്ക്ക് പിന്നാലെ അത്ലറ്റുകളും അണിനിരന്നു. വാദ്യമേളങ്ങളുടെയും അമ്മൻകൂടത്തിന്റെയും ബാൻഡ് സെറ്റിന്റെയും അകമ്പടിയോടെ നീങ്ങിയ ജാഥയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ കായിക താരങ്ങളും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ആലപ്പുഴ ജില്ലയിലെ കായിക താരങ്ങളും റോവിംഗ് താരങ്ങളും അണിനിരന്നു.
നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും വിളംബര ജാഥയ്ക്ക് മിഴിവേകി. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്ത ഘോഷയാത്രയ്ക്ക് ആയിരങ്ങൾ സാക്ഷിയായി. ശതാബ്ദി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര പ്രധാന വേദിയായ സെയിന്റ് ജോസഫ് സ്കൂളിൽ സമാപിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. HSLMMLയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. HSLMMLയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലാപ്ടോപ്പുകളും പ്രൊജക്ടറും ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിനാണ് 1.5 ലക്ഷം രൂപ ചെലവിൽ ലാപ്ടോപ്പുകളും പ്രൊജക്ടറും നൽകിയത്. HSLMMLA ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് K മല്ലിക, SMC ചെയർമാൻ S രതീഷ്, അധ്യാപകരായ നിയാസ്, NK രാജി, S തസ്ലീമ, S മുഹസിൻ, MC അംഗങ്ങളായ VK ബൈജു, MM അഹമ്മദ് കബീർ, MPTA പ്രസിഡന്റ് മുനീറ, R രാജിമോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ്, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ IMA ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ്, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 115ഓളം ബ്രാഞ്ചുകൾ കേരളത്തിലും പുറത്തേക്കായിട്ടുണ്ട്. അത് കേരളത്തിലെ ആരോഗ്യകാര്യങ്ങളിൽ ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന സംഘടനയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാർക്ക് മാത്രമല്ല, അവരുടെ കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നത്, പൊതുജന സേവനത്തിലും വളരെ വ്യാപൃതമാണ്. ഞങ്ങളുടെ ഏതു വർഷത്തെ പ്രകടന പത്രിക എടുത്താലും അല്ലെ പ്രകടന രീതി നോക്കിയാലും കാര്യപരിധി നോക്കിയാലും 35-ൽ പരം സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇമേജ്. പ്രമേഹ ചികിത്സാ രംഗത്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മികച്ച ചികിത്സാ രീതികളുള്ളപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മറവിൽ വ്യാജ ചികിത്സകൾ വ്യാപകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴ IMA ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ IMA ആലപ്പുഴ പ്രസിഡന്റ് ഡോക്ടർ N അരുൺ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജി, ഡോക്ടർ തോമസ് മാത്യു, ഡോക്ടർ ഷാജഹാൻ, ഡോക്ടർ സ്റ്റെഫിനി, ഡോക്ടർ ഷാലിമ, ഡോക്ടർ അരുന്ധതി, ഡോക്ടർ ഗോപു, ലക്ഷ്മി എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിച്ചു. ഡോക്ടർ മദന മോഹനൻ നായർ, ഡോക്ടർ മുഹമ്മദ്, ഡോക്ടർ മനീഷ് നായർ, ഡോക്ടർ ഉമ്മൻ വർഗീസ്, ഡോക്ടർ KS മനോജ്, PJ എബ്രഹാം, ചന്ദ്രദാസ്, കേശവ് പിള്ള, K നാസർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ K കൃഷ്ണകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് വിപുലമായ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള 16-നാണ് അവസാനിക്കുന്നത്. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള 16-നാണ് അവസാനിക്കുന്നത്. 100-ലധികം പ്രസാധകരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനമേളയുമാണ് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി 3 ദിവസക്കാലം സംഘടിപ്പിക്കുന്നത്. പുസ്തകമേളയിൽ നിന്നും വാങ്ങുന്ന പുസ്തകങ്ങൾക്ക് വലിയ ഡിസ്കൗണ്ടുകളും ലഭ്യമാക്കിയിരുന്നു. വിവിധ പ്രസാധകരുടെ പ്രസിദ്ധീകരണങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കും വിധമാണ് പ്രദർശന വിപണന മേള ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ആലപ്പുഴയിൽ പതാക ഉയർന്നു. ശാസ്ത്രമേളയുടെ പ്രധാന വേദിയായ ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് ഗേൾസ് HSS സംഘടനത്തിൽ നടത്തിയ ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ K ജീവൻ ബാബു പതാക ഉയർത്തി. ഈ മാസം 18 വരെയാണ് ആലപ്പുഴയിൽ മേള നടക്കുന്നത്. ഈ മാസം 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. MLA-മാരായ H സലാം, PP ചിത്തരഞ്ജൻ, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വരവറിയിച്ച ആലപ്പുഴ നഗരത്തിൽ സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിളംബര ജാഥ ശ്രദ്ധേയമായി. ആലപ്പുഴ നഗരസഭാ ശതാബ്ദി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ജാഥ HSLM MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. HSLM MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. 1.5 രൂപ ചെലവിലാണ് ലാപ്ടോപ്പുകളും പ്രൊജക്ടറും പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിന് അനുവദിച്ചത്. പ്രമേഹ ചികിത്സയിലെ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ് ഓഫ് ആലപ്പുഴ, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക പ്രമേഹ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരുസ്മാരക സമിതി ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തകമേള ഈ മാസം 16-നാണ് അവസാനിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.